നല്ല ബന്ധത്തിൽ തന്നെയാണ് മൂന്ന് എത്തിപ്പെട്ടത്. അവർ നല്ല ജോഡികളാൽ അദൃശ്യ നൂലിൽ കൂട്ടിച്ചേർക്കപ്പെട്ടവർ. അതേ സ്വാമി, നല്ല മുഹൂർത്തം കൂടി എന്ന് പറഞ്ഞു തരുമോ? ഈ വരുന്ന ഞായറാഴ്ച നല്ല മുഹൂർത്തമാണ്. പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്താ അപ്പം നടത്തായേട്ടാ? അതെ, ഞായർ മതി. ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്തു തരണേ. അപ്പോ നാം മുമ്പോട്ട്. ഹലോ, എന്താണ് ഈ നേരത്ത്? എടി, പണി പാടിയെന്നൊരു ഡൗട്ട്. സൺഡേ ആണ് മാരേജ്. അപ്പോ സാറ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തോ? ചെയ്തു എന്നാ പറഞ്ഞ്. എല്ലാം പ്ലാൻ ചെയ്തപ്പോൾ നടന്നാൽ മതിയായിരുന്നു. നടക്കും. എന്താ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. എന്താ മോളെ? ആരാ? ആനന്ദാമ്മേ. സൺഡേ ആണ് സാറിന്റെ മാരേജ് ഫിക്സ് ചെയ്തേക്കുന്നത്. സാറ് മുങ്ങാനുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു എന്ന് പറയാൻ വിളിച്ചതാ. ഇത് തെറ്റല്ല മോളെ. ഇഷ്ടമല്ലാതെ കിട്ടുന്ന 2 ലൈഫ് എന്തിനാ നശിപ്പിക്കുന്നത്? അതും ശരിയാ. അമ്മയും മോളും കൂടി എന്താ പരിപാടി? നീ ഇതെപ്പോഴും ഇപ്പൊ വന്നേ ഉള്ളൂ. തുള്ളലൊക്കെ കഴിഞ്ഞു. അമ്മ എന്താണ് പ്ലീസ്, ഇതെന്റെ പാഷനാണ്. പാഷനും കൊണ്ടൊന്നും വീട്ടിലോട്ട് കൊണ്ടുവരുന്നില്ലല്ലോ. ഞാൻ റൂമിൽ പോവാ. എന്താ പെട്ടെന്ന്? കുറച്ചിനെ കാണുമോ? കാണുമോളെ? എടി കാണാരി, അമ്മേ ഇവിടെ ചിലപ്പോ വരേണ്ട ടൈം ആണല്ലോ. എടാ കുട്ടി, എന്ത് പറ്റിയടി? നാളെ ഡാൻസ് ഉണ്ട്, അതൊന്ന് ചെയ്ത് നോക്കിയതാ. വീണു. കുടിക്കുന്ന തോന്നുന്നേ. ഇനി എന്ത് ചെയ്യും? അമ്മ അറിയാൻ നല്ലത് കിട്ടും. എടാ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്. എനിക്ക് വേണ്ടി നീങ്ങി പോകാമോ? ഞാനോ? ഒന്ന് പോടി. ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് നിനക്ക് ഡാൻസ് ടൈമിൽ ചാൻസ് വാങ്ങിത്തരാം. എനിക്ക് വഴങ്ങില്ല. ഞാനെല്ലാം പറഞ്ഞു തരാം. അമ്മേ, അവൾ രാവിലെ തന്നെ പോയോ? ആടി, അവനും കൂടെ പോയിന്നാ തോന്നുന്നു. അമ്മ വരുന്നോ? ഞാനും പോവാം. ഇല്ല, ഒരിടം വരെ പോകണം. ഇവനും വന്നോ? ഇന്ന് സാറ് ലീവ്, അതുകൊണ്ട് ഇവനും മുങ്ങി. ഇന്നെങ്കിലും നിന്റെ പെങ്ങളെ ഞങ്ങളെയും കാണാൻ പറ്റുമോ? പറ്റും, നീ വാ. അമ്മേ, ഞങ്ങൾ പോവാണേ. ശരി. എടി, ഞാനൊരു കാര്യം പറയട്ടെ. പറ, എന്താടാ? അത് എനിക്ക് നിന്റെ അനുകരിപ്പിക്ക് കണ്ടപ്പോൾ സ്പാർക്ക് അടിച്ചതാ. എനിക്ക് ഇപ്പോഴേ പറഞ്ഞേക്കാം, അവൾ അങ്ങനൊന്നും വളയുന്ന കൂട്ടത്തിലല്ല. അവളെ ഞാൻ വളച്ചോളാം, നീ സമ്മതിക്കേ? നീ ആയതുകൊണ്ട് ഞാൻ സമ്മതിക്കാം. ജീവനോടെ നിന്ന് വെച്ചിരുന്ന കല്യാണം നടത്തിത്തരാം. എടാ, അടുത്തത് അനിക്കയാ. ഞാനൊരു കോള് വിളിച്ചിട്ട് വരാം. ഓക്കെ, പോയിട്ടോ. പൊടിയായിട്ടാണ് കളിക്കുന്നേ. നിന്നെ ഞാൻ വളയ്ക്കും മോളെ. പക്ഷെ പിക്ക് കണ്ടപ്പോൾ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. പോയി മുമ്പ് നോക്കാം. എക്സ്ക്യൂസ് മീ, ഇതാരാ? അവളെ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി ഇവളോട് ക്രഷുള്ള ആരെങ്കിലും ആയിരിക്കുമോ? യെസ്, ആരാ? അത് ഞാൻ അനികയുടെ ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്നതാ. അയ്യോ, കഴിഞ്ഞു. ആണോ? എന്താ? അത് എടോ അനിക, എനിക്കിന് ഇഷ്ടാണ്. ബ്യൂട്ടിഫുൾ. എന്റെ മുന്നേ കണ്ടിട്ടുണ്ടോ? അവള് പറഞ്ഞറിയാം. പിന്നെ പിക്കും കൂടി കണ്ടപ്പോ. ഞാൻ പറയുന്ന ടൈപ്പല്ല. സോറി ചേട്ടാ, ഞാൻ പോവാണ്. ബൈ. ചേ, പോയോ? കൊഴപ്പില്ല, ഞാൻ പിടിച്ചോളാം. എടി, ഒരു കുഴപ്പമുണ്ട്. എന്ന്? അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് നിന്നെ ഇഷ്ടമാണ്. നീ അത് വിചാരിച്ചെന്നെ പ്രപ്പോസ് ചെയ്തു. വണ്ടർഫുൾ. എന്നാ തൊട്ടേക്കോ. ഒന്ന് പോടി ബ്രാൻഡി. ആണെങ്ങനെയാ? നിന്നെ വെച്ച് നോക്കുമ്പോൾ പോയി ചേരും. എന്നെ വെച്ച് നോക്കണ്ടേ ഇപ്പൊ? എടാ, എല്ലാം സെറ്റാണ്, ഇറങ്ങാം. പാസ്പോർട്ട് എടുത്തിട്ട് വരാം. നീ ആരും കാണാതെ പെട്ടി എടുത്ത് കാറിൽ കൊണ്ടുവെക്ക. ഓക്കേടാ. എടാ, നിക്ക്. എന്താടാ? പാസ്പോർട്ട് കാണുന്നില്ല. നീ അവിടേക്കൊന്ന് നോക്ക് ശരിക്കും. ആ, നോക്കട്ടെ. എടാ, ആകെ പണി പാടിയല്ലോ. എന്ത് ചെയ്യും? അവളോട് വിളിച്ചു പറ. ഓ എടി, പണി പാടി. പാസ്പോർട്ട് മിസ്സായി. അങ്കിള് വലിയ മാറ്റിയെന്നാ തോന്നുന്നേ. എന്ത്? അപ്പൊ നാളെ കെട്ടേണ്ട വരുമോ? യെസ്, വേറെ വഴിയില്ല. നെവർ. എടി, കുഴപ്പമില്ല. 1 year അതെ, അത് കഴിയുമ്പോ ഡിവോഴ്സ് വാങ്ങാം.
എന്നാലും എന്റെ സാറിന്റെ ലൈഫ്. ഒന്നുമില്ല, നീ നാളെ വാ. ഓക്കെ, എല്ലാം കയ്യിന്ന് പോയല്ലോ. സുന്ദരിയായിട്ടുണ്ടല്ലോ. ആ അമ്മേ, എന്താ പേടിയാണോ? ഏയ് ഇല്ല. എന്നാ വാ, കൈമായി. അയ്യോ, ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്യാത്ത കാര്യമാണല്ലോ നടക്കാൻ പോകുന്നത്. എല്ലാം പൊളിഞ്ഞല്ലേ? അതെ, 8 നിലയില് പൊട്ടി. അമ്മയോ, ചേട്ടൻ, അങ്കിൾ, ഇവരെന്താ ഇവിടെ? ഇനി ആന്റി അങ്കിളെ വിളിച്ചതാണ്. ഇനി മക്കളെ ആനന്ദ് ഇവിടെ ഇരിക്കെ, കുറച്ച് കാര്യം പറയട്ടെ. എന്താ? പ്ലാൻ ചെയ്തൊക്കെ തീറ്റിപ്പോയതിന്റെ വിഷമമായിരിക്കുമല്ലേ? അച്ഛനെങ്ങനെ? ഞാൻ എന്റെ അച്ഛന് ഇതുവരെ നിങ്ങളല്ല പ്ലാൻ ചെയ്തത്, ഞങ്ങള് വീട്ടുകാരാണ്. എന്ത്? നിനക്ക് വേണ്ടി പറഞ്ഞു വെച്ച പെണ്ണാണ് അച്ചു, നിന്റെ അമ്മയുടെ കൂട്ടുകാരിയായ രാജയുടെ മകൾ. കുഞ്ഞുനാളിനെ പറഞ്ഞു വെച്ചത്. വലുതായപ്പോൾ മോളെ ലഭിക്കുകയായതുകൊണ്ട് നിങ്ങൾ ഇതങ്ങ് ഉറപ്പിച്ചത്. നിനക്കും ഇവൾക്കും അറിയില്ല, പറഞ്ഞാലും സമ്മതിക്കില്ലല്ലോ, അതുകൊണ്ടാ പറയാനി. മോള് നിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണെന്ന് രാജ് പറഞ്ഞു. അന്ന് തൊട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതാ. അന്ന് ഇവിടെ വെച്ച് കണ്ടപ്പോൾ അതുകൊണ്ടാ അറിയാത്തതുപോലെ നിന്നത്. അപ്പോഴാണ് നിന്റെ വൈഫാണെന്ന് നീ പറയുന്നത്. അപ്പോഴേ കല്യാണം മുടക്കാൻ മൂന്നും കൂടി പ്ലാൻ ചെയ്തതാണെന്ന് മനസ്സിലായി. നിന്നെ കാണിക്കാൻ വേണ്ടിട്ടാ ജോൾസിനെ വിളിച്ചു വരുത്തിയത്. നിന്റെ ഭാഗ്യക്കഴിഞ്ഞ് അച്ചു നീ പോവാനിരിക്കുന്ന കാര്യം രാജയോട് പറഞ്ഞു. അതാ നിന്റെ പാസ്പോർട്ട് ഞങ്ങൾ അങ്ങ് എടുത്ത് മാറ്റിയത്. അമ്മയാണല്ലേ ചതിച്ചത്. നിന്റെ ഭാര്യയല്ലേ ഇനി ഇവള്? കണ്ടല്ലോ. ഈ മക്കള് റൂമിലോട്ട് പൊക്കോ. ആനന്ദ് ഇവിടെ ഇരിക്കെ, നമുക്ക് വേറെ പണി തരാം. നീ എന്തിനടി അമ്മയോടൊക്കെ പറയാൻ പോയത്? അത് ഞാനെല്ലാം പറയുന്നതാണ്. അങ്ങനെ അതോ ഇനി നീയും കൂടി അറിഞ്ഞിട്ടാണ് ഇതൊക്കെ? നീയല്ലേ ഇങ്ങോട്ട് ഐഡിയ എല്ലാം പറഞ്ഞത്? നീ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. എനിക്ക് സാറിനെ കെട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ. നിനക്ക് പൈസ ഇല്ലാത്ത ചെയ്യുന്നതായിരിക്കും. മതി, നിർത്ത. 1 വർഷമല്ലേ, അത് കഴിയുമ്പോ ഇതേ സമയത്ത് ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടിരിക്കും. അതിന് മുന്നേ കൊണ്ടുപോകാനുള്ളതൊക്കെ കൊണ്ടുപോവാനോ അല്ലേ? സാറിനോട് തർക്കിക്കാൻ ഞാനില്ല. എന്താ അമ്മേ? ഇതാ പാല്, കുടിക്കേ. ഞാൻ പാല് കുടിക്കാറില്ല. എന്നൊരു ദിവസത്തേക്ക് കുടിക്കേ. വേണ്ടമ്മേ, ഞാൻ ഛർദിക്കും. കുറച്ച്, ബാക്കി അവൻ കുടിച്ചോളും. എനിക്ക് വേണ്ട. കുടിയാ, അച്ഛനെ വിളിക്കണ്ടെങ്കിൽ. ഞാനെന്ത് കുഞ്ഞാണ്? നീ ഇത് കുടിച്ചേ. ഓ, കുടിക്കാം. ശരി മക്കളെ, കിടന്നു. നിനക്കിതിന് താല്പര്യം ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടിയല്ലേടി കുടിക്കാത്തത്? നാളെ തന്നെ എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടേക്ക്. എന്നോട് ഇനി മിണ്ടുകയും വേണ്ട, അപ്പൊ പ്രോബ്ലം ആറില്ലല്ലോ. ഓ, അടുത്ത അടവ്. ഞാൻ തന്നെ നാളെ നിന്നെ പറഞ്ഞു വിടാനിരിക്കുക. ശരി. ഇതൊക്കെ ശരിക്കും പാൽ അലർജിയാണ്. എന്തെല്ലാവരും ഞാൻ കിടന്നിറങ്ങുമ്പോ. അയ്യോ അയ്യോ, ടെറസിലെങ്ങാനും പോയി കിടക്കാം, ഇതിൽ ആരെങ്കിലും പൊക്കും. ഇവളെവിടെ പോയി? കിടന്നില്ലേ? ടോയ്ലറ്റില്ലെങ്കിലോ ഡോറ് തുറന്നു നടക്കുവാണല്ലോ. ഇനി പോയോ? വിളിച്ചു നോക്കാം. എന്ത് തണുപ്പാ ഇത് സാറോ? എന്തിനിപ്പോ? ഹലോ, നീ എവിടെയാ? ഉറക്കമൊന്നുമില്ലേ? അമ്മേനെ അച്ഛനെ കൊണ്ട് എന്നെ പറയിപ്പിക്കാനാണ്. എന്റെ പൊന്നു സാറ്, ഞാൻ കിടക്കുവോ? നിങ്ങൾക്ക് ശല്യമാവാത്ത രീതിയില അമ്മ അച്ഛനും കാണില്ല. അതെവിടെ? ശരി, ബൈ. ഇവിടെ നീ കാരണങ്ങളാണ്. എവിടെയും കിടക്കട്ടെ, എന്നെ കൂടെ നിന്ന് ചതിച്ചതല്ലേ? മോളെ എഴുന്നേറ്റോ? ആ അമ്മേ, ജോലിക്ക് പോണം. ഇന്നോ? ഒരാഴ്ച കഴിയട്ടെ, ആരെന്തൊക്കെ നോക്കിക്കോളും. എനിക്ക് വീട്ടിലിരിക്കുന്ന ഇഷ്ടമല്ല, ജോലി ചെയ്യണം, അവരെ നോക്കണം. അവരെ ഇവിടെ കൊണ്ടുവരാം. വേണ്ട, ആ പഴയ വീട് മതി.
എന്താ മോളെ ഒരു വിഷമം? ഒന്നുമില്ല, ഞാൻ പോവാ. ടീ ഉണ്ടോ? സാറിന് കുടിച്ചിട്ട് പോവാം. വിളിക്കണ്ട, അവിടെ വെച്ചാ മതി. ഓക്കെ അമ്മേ. അവൾ ഇതുവരെ വന്നില്ലേ? ചായ അവളാണോ? അമ്മയായിരിക്കും. റെഡി ആയിട്ട് ഓഫീസിൽ പോകാം. രണ്ടുപേർക്കും പണി കിട്ടിയാലേ എന്ത് കാര്യത്തിനും തീരുമാനമായേന്. ഒന്ന് പെട്ടെന്ന് 1 വർഷമായ മതിയായിരുന്നു. എടാ പിന്നെ അവൾ റിസൈൻ ലെറ്റർ തന്നിട്ട് പോയി. ആര്? ഇനി ഇങ്ങോട്ട് വരില്ലെന്നാ പറഞ്ഞത്. പിന്നെ എന്നോട് പാസ്പോർട്ട് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. നിന്നോട് പറയണ്ടെന്നാ പറഞ്ഞ്. ഇപ്പോ അവൾ അറിഞ്ഞുകൊണ്ടല്ലേ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ അവളെ സ്നേഹിക്ക്. നല്ലൊരു കുട്ടിയല്ലേ. അത് ഞാൻ നോക്കിക്കോളാം. നീ പോയി ജോലി ചെയ്. ശരി, ഞാൻ പോന്നു. അമ്മേ, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. പറ മോളെ. എല്ലാവരോടും കൂടിയാ പറയുന്നത്. അയാളോടോ മറ്റാരോടെങ്കിലും ഞാൻ പറയുന്നത് പോലെ വിളിച്ച് പറഞ്ഞെങ്കിൽ അതിഥിയെ പിന്നെ നോക്കണ്ട. മോളെ, ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയോ? അതെ, വളരെ വലിയ തെറ്റാണ്. ചേച്ചി, നമുക്ക് പോകണ്ട. നിനക്ക് ഞാൻ ഓപ്ഷൻ തരാം. ഒന്നില്ലെങ്കിൽ ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരണം. ഞാൻ ഹോസ്റ്റലിൽ നിന്നോളാം. ചേച്ചിയെ പോലെ ആനന്ദേട്ടൻ എനിക്ക് വിട്ടിട്ട് വരാൻ പറ്റില്ല. അത് അറിയാവുന്നത് കൊണ്ടാ പറഞ്ഞത്. ചേട്ടാ പിന്നെ കൂടെ വന്നാൽ നിൽക്കില്ലല്ലോ. ഞാനും വരാം. നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട. എന്നാടോ കാണുമെന്ന് പറഞ്ഞത്? അത് സാർ, അവരിവിടുന്ന് പോയി. വീടും തിരിച്ചു തന്നിട്ടാ പോയത്. ഇതാ താക്കോല്. ശരിയടാ. എന്നാൽ ഇവളവിടെ പോയി? ഇതൊക്കെ സത്യമാണോ? അത് അവളുടെ പ്ലാനാണോ? മോനെ, നീ എന്താ ഇങ്ങനെ? ഞങ്ങൾ ചെയ്ത തെറ്റിന് അവളെ എന്തിനാ വെറുക്കുന്നത്? എവിടെയാണെന്ന് പോലും അറിയില്ല. നിനക്കൊന്ന് തിരക്കിക്കൂടെ? 1 വർഷം കഴിഞ്ഞു. എന്താ അമ്മേ, അവൾ എന്റെ ആരാ? നിർത്തണ. അവൾ ആരാ പോലും. നമ്മൾ നിന്റെ ഇഷ്ടം നോക്കാതെ കെട്ടിച്ചെന്ന് വെച്ച് അവൾ നിന്നോട് എന്താ ചെയ്തേ? അതേടാ, നീ വിചാരിക്കും പോലെ അവൾ ഒന്നും ചെയ്തിട്ടില്ല. അവളെ നല്ലവളാക്കാൻ നോക്കുവല്ലേ നിങ്ങള്? അവൾ അവസാനമായിട്ട് പോകാൻ നേരത്തെ എൻ്റെ അടുത്ത് കുറച്ച് കാര്യം പറഞ്ഞു. അമ്മേ, സാറിന് എന്നെയോ മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ല. അതെനിക്കറിയാം. കഴിഞ്ഞു പോയ ആർക്കും അറിയാത്ത ചില കാര്യങ്ങൾ. ഞാൻ സാറിന്റെ ഒന്നും കണ്ടിട്ടല്ല വന്നത്. ഞാനായിട്ടുമല്ല വന്നത്. ഞാൻ സാറിന്റെ ലൈഫ് നശിപ്പിക്കില്ല അമ്മേ. 1 വർഷം കഴിയുമ്പോ ഞാൻ സാറിനെ ഡിവോഴ്സ് ചെയ്യും. അപ്പോ ഞാൻ പോവാണ്. അവൾ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്ക് പിന്നെ എന്താ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവാത്തേ? ഇത്രയും നാളും ഇത്രയൊക്കെ ഉണ്ടായിട്ട് എന്താ പറയാഞ്ഞത്? ഞാനപ്പൊ ശരിക്കും തെറ്റ് ചെയ്തത്. ഞാൻ അവളെ പ്രൈവറ്റ് സെക്രട്ടറി ചെയ്ത്. ഞാൻ ആ പ്ലാൻ പറയാൻ പറഞ്ഞത്. ഞാനല്ലേ കെട്ടാനും പറഞ്ഞത്. എന്നിട്ട് ഞാൻ അവളെ ഇനിയും വൈകിട്ടില്ല. നീ കണ്ടുപിടിക്കുക. ഞാൻ കണ്ടുപിടിക്കും. ദേവ്, എന്താടാ? ആദ്യം നാട്ടിൽ വന്നിട്ടുണ്ട്. അനില വിളിച്ചിരുന്നു. എന്നാ പോകാം. മോനെ നിക്ക്. ഇതാ. എന്താ ഇത്? ഓ, ഡിവോഴ്സ് നോട്ടീസ്. ഇതിനായിരിക്കും അവള് വന്നത്. അവള് സൈൻ ചെയ്തിട്ടുണ്ടടാ. നീ വാ, നേരിട്ട് കാണാം. അതെ, ഒരവസരം ചോദിക്കണം. സോറി പറയണം. വണ്ടി എടുക്കടാ. എനിക്ക് വന്നു. മോനോ? എങ്ങനെ വന്നതറിഞ്ഞു. അവളെവിടെ? റൂമിലുണ്ട്. ഞാൻ പോയി കണ്ടിട്ട് വരാം. ഞാൻ അനികയെ വിളിച്ചോണ്ട് വരാം ആന്റി. ആ മോനെ. അച്ചു, സാർ എന്തിനാ ഇവിടെ വന്നത്? എന്താ, നോട്ടീസ് നേരിട്ട് തരാനാണ്? അത് ഞാൻ കീറി കളഞ്ഞു. എനിക്ക് അതെന്തിന്? സാറ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടല്ലേ? അച്ചു നിർത്ത്. ഐ എം സോറി. സാർ വീട് എന്താ ചെയ്യുന്നേ? ഇല്ല, ഞാൻ വിടില്ല. സോറി അച്ചു. ഒന്നും ഞാൻ വിശ്വസിച്ചില്ല. എന്റെ തെറ്റല്ല. വീട് എന്തൊക്കെയാ പറയുന്നേ? അച്ചു, ഐ ലവ് യു. ഐ റിയലി ലവ് യു. എനിക്ക് ഒരവസരം കൊടുത്താ പ്ലീസ്. എന്തിനാ? ഞാൻ സാറിന്റെ ലൈഫ് നശിപ്പിക്കും. അതിനായിട്ടല്ലേ എല്ലാം പ്ലാൻ ചെയ്തത്. ഇല്ല അച്ചു, പ്ലീസ്. എനിക്ക് നിന്നെ വേണം. പ്ലീസ്. സാർ വീട്. ഇല്ല, നീ എന്റെയാ. സാർ. അച്ചു, ഇനി എന്നെ വിട്ട് നീ പോവരുത്. ഇല്ല,
ഞാൻ ഉണ്ടാകും. മോളെ ഇനി എങ്ങോട്ടും പോവല്ലേ? ഇല്ല അമ്മേ. എന്നാ മോള് പോയി കിടക്ക്. ശരി അമ്മേ. നീ വന്നു. എവിടെ ഇനി കിടക്കാൻ പോകുന്നേ? പഴയ സ്ഥലത്ത്. അന്ന് നീ എവിടെയാ കിടന്നേ? ഇനി അങ്ങനെ കിടക്കണ്ട. ഇവിടെ എന്റെ കൂടെ ബെഡില് കിടക്ക്. അത് ടെറസിൽ. ആ തണുപ്പത്തോ? നിനക്കെന്താ വട്ടാണോ? അതാരും കാണാതിരിക്കാൻ. ഇനി വേണ്ട, വാ കിടക്ക്. ആ കിടക്കാം. അച്ഛോ ഇന്ന് വന്നേ. എന്താ സാർ? അന്ന് നടക്കാതെ പോയ കാര്യം ഇന്ന് നടത്തിയാലോ? അതെന്ത്? അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം, ഒരു കുഞ്ഞിക്കാല്. അയ്യടാ, സാറിന്റെ മനസ്സിലിരിക്കട്ടെ. പ്രേമിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. അടങ്ങ്. ഇവൾ എനിക്ക് വേണം. കൊഞ്ചിട്ട് കാര്യമില്ല. ഓടെ മേലെ. നിന്നെ വിട്ടാലല്ലേ? കളിക്കല്ലേ? വിട്ടോ ഇത് സാർ. ഇനി നീ എന്നെ സാറെന്ന് വിളിക്കണ്ട. മേലെ എന്ന് വിളിക്കട്ടെ. പോടി, കേട്ടാന്ന് വിളി. നോക്കിയിരുന്നോ? വിളിക്കടി. കളിക്കല്ലേ മാനക്കേ. വിളിക്കടി. ഇല്ല. ഒരു വട്ടം വിളിക്കച്ചോ. ഏട്ടാ, ഇനി എന്ന പോലെ മുന്നോട്. എങ്ങോട്ടാ ഓടുന്നേ? നിക്കടി. ഏട്ടാ, എന്റെ കോഴിക്കുഞ്ഞ് ഷൈ ആയോ? ഓടെ മേലെ.